അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കൃഷ്ണനെ നേടാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ സൂതപൗരാണികൻ പറഞ്ഞു കൊടുത്തു, സാവധാനതയാ ശൃണു. നമുക്കൊക്കെ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത് സംബന്ധിയായിട്ടുള്ള പ്രവൃത്തികളിൽ, ഏത് പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ്, ശ്രദ്ധയോടുകൂടി ചെയ്താലാണ് അതിൻ്റെ ഫലം ലഭിക്കുക. ശ്രദ്ധാവാൻ ലഭതയെ ജ്ഞാനം എന്നാണ്. അപ്പം അതുകൊണ്ട് ഭാഗവതം കേൾക്കുമ്പോൾ എങ്ങനെ വേണം? ശ്രദ്ധയോടുകൂടി വേണം. ഏതസ്മാദപരം കിഞ്ചിൽ മനഃശുദ്ധേന വിദ്യതയെ ജന്മാന്തരേ ഭവേത് പുണ്യം എന്നാണ്. എത്രയോ ജന്മജന്മാന്തരങ്ങളിലെ പുണ്യം കൊണ്ടാണ്, നമ്മൾ ഇന്ന് ചെയ്ത പുണ്യം കൊണ്ടൊന്നുമല്ല നമുക്കിത് കിട്ടുന്നത്. എത്രയോ കാലത്തെ ഈ ഭാഗവതത്തെയും വേദങ്ങളെയും ഉപാസിക്കുന്ന അച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു ബ്രാഹ്മണോത്തമൻ അദ്ദേഹം പറയാറുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കുന്നത് നമ്മുടെ പൂർവികർ ചെയ്ത അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത പുണ്യങ്ങളുടെ ഫലമാണ്. അപ്പോൾ അത് ഒരു സ്ഥിര നിക്ഷേപം പോലെ കിടക്കുകയാണ്. അതിൻ്റെ പലിശയാണ് നമുക്കിപ്പോൾ ഇത്തരത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? പലിശ ഉപയോഗിക്കുമ്പോൾ ആ സ്ഥിര നിക്ഷേപത്തിൽ തൊടാതെ പലിശ ഉപയോഗിക്കണം. ഇനി സ്ഥിര നിക്ഷേപത്തിൽ തൊടുകയാണെങ്കിൽ തന്നെ സ്ഥിര നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഭൗതികമായിട്ട് ചിന്തിച്ചാൽ അങ്ങനെയാണ്. ഇതേപോലെ നിരന്തരം ഭഗവത് സ്മരണയും ഭഗവത് കീർത്തനവും ഭഗവത് ശ്രവണവും ഉണ്ടെങ്കിലേ ഈ പുണ്യത്തെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ ഈ ഓട്ടുവിളക്കൊക്കെ പോലെയാണ്, അതിൽ ക്ലാവ് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എത്ര തേച്ചാലും അതിന് തിളക്കം വരില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല, ഏറ്റവും ഉദാത്തമായ ഉപായമാണ് ഭാഗവതം കേൾക്കുക എന്നുള്ളത്. ഇതാണ് പറഞ്ഞു കൊടുത്തത്. പണ്ട് ആ ദേവന്മാർ ശിശുബ്രഹ്മർഷിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശിശുബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വന്നിട്ട് ദേവന്മാരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ കഥാമൃതത്തെ തരൂ, ഇദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ അമൃത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ശിശുബ്രഹ്മർഷി പറഞ്ഞത്, സൂതൻ പറയുകയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ശിശുബ്രഹ്മർഷി പറഞ്ഞു, നിങ്ങളുടെ ഈ അമൃതം എവിടെ? ഈ കഥാമൃതം എവിടെ? ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാച ക്വ മണിർമഹാൻ. രണ്ടും പോലെയാണ്, മണ്ണും സ്വർണവും പോലെയാണ് നിങ്ങളുടെ അമൃതും ഈ കഥാമൃതവും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടലല്ല, മറിച്ച് തനിക്ക് ജനന മരണങ്ങളില്ലാത്ത നിത്യസത്യമാണ് താൻ എന്ന ബോധ്യത്തിലേക്ക് ഒരാളെ എത്തിക്കുക എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ ധർമ്മം.